ഓക്കെ. പ്രിയപ്പെട്ട സഹ ടോസ്റ്റ് മാസ്റ്റർമാരെ, മറ്റ് വിശിഷ്ടാതിഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അൽസഹീം ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ 6ാമത്തെ യോഗത്തിലെ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അംഗങ്ങളെല്ലാം തികഞ്ഞതിന്റെയും നമ്മുടെ ക്ലബ് ചാർട്ടർ ആകാൻ പോകുന്നതിന്റെയും സന്തോഷം അറിയിക്കുന്നു. അതിനുവേണ്ടി പ്രയത്നിച്ച ഏരിയ ഡയറക്ടർ അപർണയ്ക്കും മറ്റ് ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ. ഇനി വിശിഷ്ടാതിഥികളും അംഗങ്ങളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. യോഗ കർത്തവ്യങ്ങൾ ചെയ്യുന്നവർ, പ്രസംഗകർ, പ്രസംഗം മൂല്യനിർണ്ണയം നടത്തുന്നവർ എന്നിവർ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഓഡിയോ ശബ്ദമാക്കി വെക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജാതി, മതം, രാഷ്ട്രീയം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഇവ ഒഴിവാക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അടുത്തതായി ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ പ്രസ്താവന. ക്രിയാത്മകമായ പഠനാന്തരീക്ഷത്തിലൂടെ പരസ്പര പിന്തുണയോടുകൂടി ആശയവിനിമയവും നേതൃത്വ നൈപുണ്യവും വളർത്തി അംഗങ്ങളിൽ ശാക്തീകരണത്തിലൂടെ മെച്ചപ്പെട്ട ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും സാധ്യമാക്കുക എന്നതാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ ദൗത്യം. നമ്മുടെ ഇന്നത്തെ യോഗ നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിനായി നമ്മുടെ ക്ലബിന്റെ അധ്യക്ഷനായ ടോസ്റ്റ് മാസ്റ്റർ ഗഫൂർ സാഹിബിനെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. ടോസ്റ്റ് മാസ്റ്റർ ഗഫൂർ. താങ്ക് യു സെറീന. ഈ സാഹിബിൽ നിന്നുള്ള വിളി താങ്ക് യു. പിന്നെ നമ്മുടെ 6ാമത്തെ മീറ്റിംഗ് ആണ് അൽസഹീം ടോസ്റ്റ് മാസ്റ്റേഴ്സ്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യാണ്. ഒപ്പം നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു യജ്ഞം തുടങ്ങിയിട്ട് 3 മാസമായെങ്കിലും പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും നല്ല ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കവി സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങുകയാണ്. കാരണം മലയാളത്തിന്റെ അമ്മ, അവർക്കൊരു ചെറിയ ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങും. അപ്പം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ യാത്ര വളരെ നല്ല ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ പറ്റാറില്ല. അപ്പൊ നേരത്തെ അനിൽജി പറഞ്ഞ പോലെ തന്നെ കപ്പിത്താന്റെ റോൾ എടുക്കാൻ കഴിയാതെ വരാറുണ്ട്. എന്നാലും ഞങ്ങളെ കൂടെ ഉണ്ട് കപ്പിത്താനായിട്ട് തന്നെ. തീർച്ചയായിട്ടും ഈ ഒരു 6ാമത്തെ അൽസഹീം ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇനി ഇവിടെ ഇന്നത്തെ സബ്ജക്റ്റ് തന്നെ നമുക്ക് ഇന്നത്തെ കോവിഡ് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും കരുതിയിരിക്കുക. കൂടുതൽ ഒരു അധ്യക്ഷ പ്രസംഗത്തിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ TMOD ഷീന നിഷാൻ അവരാണ് ഇന്നത്തെ TMOD ആയിട്ട് നടക്കുന്നത്. അവരെ പറ്റി പറയുകയാണെങ്കിൽ ചിതറ എന്ന നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇന്ന്. ആരാണ്? സോറി, അവരോട് ഒന്ന് ജസ്റ്റ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ സപ്ന നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് ഇന്ന്. ഞാനത് വിട്ടുപോയതാണ്, സോറി. അപ്പൊ നമ്മൾ പൊതുവെ എല്ലാ ഇതിലും പരിചയപ്പെടുത്താറുണ്ട് ഗസ്റ്റിനെ. 2 ഗസ്റ്റ് ഉണ്ട്. ഒന്ന് ഷാനാസും ഒന്ന് സഫ്ന അല്ല, അവർ രണ്ടുപേരും ഒന്ന് മുരളി രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുകയാണ്. ഒന്ന് ഇതിലേക്ക് വരിക. ഓക്കെ, ഷാനാസ് പ്ലീസ്. ഹായ്, ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല കാരണം ഇപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ഓൺ ചെയ്യാം. എൻ്റെ പേര് ഷഹനാസ്. ഞാനിവിടെ ഹൗസ് വൈഫാണ് ദോഹയില്. 2 മക്കളുണ്ട്. മോന് 11th പഠിക്കുന്നു, മോള് 2 വയസ്സ്.
ഹസ്ബൻഡ് ഇവിടെ അഷ്ഗറിൽ വർക്ക് ചെയ്യുന്നു. സെറീനയാണ് എങ്ങനെ സെറീന അഹദാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. പൊതുവെ എനിക്കൊരു ഇതുപോലെ വേദിയിലൊക്കെ പ്രസംഗിക്കാനൊക്കെ ഭയങ്കര നാണമുള്ള ടൈപ്പ്. അപ്പൊ എന്നോട് സെറിയാണ് പറഞ്ഞത് ഇതിനകത്ത് ജോയിൻ ചെയ്ത് നിനക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജോയിൻ ചെയ്താണ്. ജസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വന്നതായിരുന്നു. തീർച്ചയായും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഞങ്ങളുടെ മെമ്പർ ആവും, ഞങ്ങളെ കൂടെ വരൂ. ഓക്കെ താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. സ്വപ്ന മുരളി. ഹായ്, ഞാൻ സ്വപ്ന. ഞാൻ HMC വർക്ക് ചെയ്യാണ്. പിന്നെ എനിക്കൊരു മോനുണ്ട്. പിന്നെ എന്താ, എനിക്ക് അപർണയാണ് ഇവിടെ എനിക്ക് ഇത് വന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നത്. പിന്നെ എനിക്ക് ഇതുപോലെ ഈ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഹെസിറ്റന്റ്. അപ്പം അപർണ എന്നെ ഇതിനകത്ത് മോട്ടിവേറ്റ് ചെയ്തത് ഇങ്ങോട്ട് വരാന്. താങ്ക് യു അപർണ. You will enjoy the stay here for sure. അപ്പോൾ തുടങ്ങാം. അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് വേറൊരു ഉണ്ട്. നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് നിലവിൽ വന്നതിന് ശേഷം അതിന്റെ എക്സിക്യൂട്ടീവിന്റെ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ കൂടി ആണ്. അപ്പം ഇതിന്റെ ഭാരവാഹിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാങ്കേതികത്വമാണ്. എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ക്ലബ്ബ് മുന്നോട്ട് പോവുക. അപ്പൊ അതിന്റെ ഒരു സാങ്കേതികത്വം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരവാഹികള്. അതില് നമ്മുടെ BP8 സജിന, പിന്നെ കൃഷ്ണകുമാർ, PR മഞ്ജു, പിന്നെ ശാലിനി ട്രഷറർ, പിന്നെ ഷീന, എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പാണ് എക്സിക്യൂട്ടീവ്സ്. അപ്പം ഞാൻ അതിനെ ഇതിലേക്ക് പരിചയപ്പെടുത്തുന്നതാണ് അവരെയും കൂടി. ഏതായാലും നമ്മുടെ ഇന്നത്തെ ടീമോടി ഷീന നിഷാൻ, കൊല്ലത്ത് ചിതറയിൽ നിന്ന് വന്ന 9 വർഷമായിട്ട് പ്രവാസിയായിട്ട് ഇവിടെ കഴിയുന്നു. പെൺകുട്ടിയുടെ അമ്മയാണ്. തിരുവനന്തപുരത്താണ് സെറ്റിൽഡ്. മാത്രമല്ല അവർ ഇഷ്ടപ്പെടുന്ന പാട്ട്, ഡാൻസ്, വായന, ഇതൊക്കെയാണ് അവരുടെ ഒരു ഹോബിയായിട്ട്. ഏതായാലും നമുക്ക് അവരെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ ക്ലബില് അവര് വരുന്നതിന് മുൻപ് ജസ്റ്റ് ഞാൻ അവരെ പരിചയപ്പെടുത്താണ്. ഏതായാലും ഷീന നിഷാനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഷീന നിഷാൻ. ഞാൻ ആദ്യം ഒന്ന് നടത്തിക്കൊണ്ട് ഗഫൂർക്കയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. എല്ലാം വെച്ചിരുന്ന പോലെ തുടങ്ങാം. ഇറ്റ് ഈസ് ഹെൽത്ത് ദാറ്റ് ഈസ് റിയൽ വെൽത്ത് ആൻഡ് നോട്ട് പീസസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഒരിക്കൽ ഒരാൾ ഒരു പുതിയ കാർ വാങ്ങി. കാറിൽ ഇൻസ്ട്രക്ഷൻ മാനുവലും സർവീസ് അഡ്വൈസസും ഒക്കെ നൽകി. എന്നാൽ അയാൾ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാൻ നിർബന്ധിതനല്ല. അയാൾക്ക് ഇഷ്ടമുള്ള പ്രകാരം ഉപയോഗിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. ഡീലറിന് ഇനി അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അങ്ങനെ വാങ്ങിയ ആൾ അതിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സർവീസ് ചെയ്യാനോ നന്നായി സംരക്ഷിക്കാനോ അയാളുടെ അങ്ങനെ കുറെ നാൾ വാഹനം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓടി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ വാഹനം അതിന്റെ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഒരു ദിവസം അത് പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ഇനി അതിനെ ഏത് മെക്കാനിക് നന്നാക്കിയാലും പഴയപടി ആകണമെന്നില്ല. എല്ലാ യന്ത്രങ്ങളും കാലപ്പഴക്കം ചെല്ലുമ്പോൾ പ്രകടനത്തിൽ മങ്ങൽ വന്നേക്കാം. എന്നിരുന്നാലും സമയാസമയങ്ങളിൽ ചെയ്യേണ്ട സർവീസുകളും മറ്റും സംരക്ഷിക്കുകയാണെങ്കിൽ ദീർഘനാളിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. നമസ്കാരം, ഞാൻ ഷീജ നിഷാൻ. ഇന്നത്തെ നമ്മുടെ യോഗത്തിന്റെ പ്രമേയം ആരോഗ്യം സർവധനാൽ പ്രധാനം എന്നാണ്. ഇറ്റ് ഈസ് ഹെൽത്ത് ദാറ്റ് ഈസ് വെൽത്ത് ആൻഡ് നോട്ട് പീസസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. അതെ, നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ്. അതിന് വേണ്ട വിധമുള്ള പരിചരണവും സംരക്ഷണവും നൽകി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്.
അതിനെ പരീക്ഷിക്കണോ, അതിനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ. തെറ്റായ ആഹാരശീലങ്ങളും വ്യായാമമില്ലായ്മയും ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെയും പ്രവർത്തനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി ആരോഗ്യം പരിരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. Those who have no time for wellness will sooner or later have to find time for illness. ആരോഗ്യം എന്നത് നിധി പോലെയാണ്. ശാശ്വതമല്ലാത്ത സമ്പത്തുകളിൽ ഏറ്റവും വിലമതിക്കാനാകാത്തത്. ആരോഗ്യ പരിപാലനത്തിന് ഉപയോഗിച്ച സമയമാണ് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗിച്ചത് എന്ന് പറയാൻ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കോവിഡ് കാലത്ത്. ഇനി നമുക്ക് ഇന്നത്തെ യോഗ പരിപാടികളിലേക്ക് കടക്കാം. ആദ്യമായി ഇന്നത്തെ യോഗത്തിലെ കർത്തവ്യം ചെയ്യുന്നവരെ പരിചയപ്പെടാം. ആദ്യമായി വ്യാകരണ വിദഗ്ധ ശാലിനി ലാൽ, വ്യാകരണ വിദഗ്ധയെ പരിചയപ്പെടാം. ജന്മദേശം എറണാകുളം. കോഴിക്കോട് സ്ഥിരതാമസമാക്കിയ ശാലിനി 2008 മുതൽ ദോഹയിൽ കുടുംബസമേതമുണ്ട്. മിനിസ്ട്രിയിൽ പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് ആയ ഭർത്താവ് പ്രേംജിത്തും 2 മക്കളും ആണ് കുടുംബം. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ IT എഞ്ചിനീയറായി 13 വർഷമായി ജോലി ചെയ്യുന്നു. വായന, പാചകം, യാത്ര എന്നിവയിൽ താല്പര്യമുള്ള ശാലിനിയുടെ പാഷൻ ജോബ് തന്നെയാണ്. ഒപ്പം പ്രോഗ്രാമിംഗ് പഠനത്തിനും സമയം കണ്ടെത്തുന്നു. വ്യാകരണ വിദഗ്ധ ടോസ്റ്റ് മാസ്റ്റർ ശാലിനി, സ്വാഗതം. നന്ദി ടോസ്റ്റ് മാസ്റ്റർ ഷീന. ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ ഷീന നിഷാൻ, സഹ ടോസ്റ്റ് മാസ്റ്റർമാരെ, അതിഥികളെ ഏവർക്കും എന്റെ നമസ്കാരം. വ്യാകരണ വിദഗ്ധ എന്ന നിലയ്ക്ക് എന്റെ കർത്തവ്യം എല്ലാ പ്രസംഗകരെയും സസൂക്ഷ്മം ശ്രവിക്കുകയും അവരുടെ ഭാഷാ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുകയും മലയാള ഭാഷയുടെ അശ്രദ്ധമായ ഉപയോഗങ്ങളും അതോടൊപ്പം തന്നെ മികച്ച പ്രയോഗങ്ങളും കുറിച്ചു വെക്കുകയുമാണ്. ഇന്നത്തെ വാക്ക് അവതരിപ്പിക്കുക എന്നതും എന്റെ കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഈ യോഗത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന വാക്ക് പരിരക്ഷ. പരിരക്ഷ എന്നതിന്റെ ഇംഗ്ലീഷ് പദം പ്രിസർവേഷൻ, അതല്ല എങ്കിൽ പ്രൊട്ടക്ഷൻ. ഈ വാക്ക് ഉപയോഗിക്കുന്നതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ആരോഗ്യം പരിരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. എല്ലാ പ്രസംഗകരും ഈ വാക്ക് പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വാക്കിന്റെ ഉപയോഗത്തെ പറ്റിയും വ്യാകരണ സംബന്ധിയായ കാര്യങ്ങളെ പറ്റിയുമുള്ള റിപ്പോർട്ട് പൊതുമൂല്യകർത്താവ് ആവശ്യപ്പെടുമ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. തിരികെ ടോസ്റ്റ് മാസ്റ്റർ ഷീന നിഷാനിലേക്ക്. ഷീന മ്യൂട്ടാണ്. ഷീന. അടുത്തതായി സമയ നിരീക്ഷക നാസില അഷ്റഫ്. കണ്ണൂർ ജില്ലയിലെ തേക്കുംപാടാണ് ജന്മസ്ഥലം. ഹോം മേക്കറായ നാസില 14 വർഷമായി ദോഹയിലാണ്. ഇൻസ്പെക്ഷൻ കമ്പനിയിലെ മാനേജറായ അഷ്റഫ് ആണ് ഭർത്താവ്. ഒറ്റ മകൾ ഐഡിയൽ സ്കൂളിൽ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അൽസദിലാണ് താമസം. ആത്മവിശ്വാസം മെച്ചപ്പെടുത്താനാണ് നാസില അഷ്റഫ് നമ്മുടെ ക്ലബിലേക്ക് ജോയിൻ ചെയ്തത്. ടോസ്റ്റ് മാസ്റ്റർ നാസില അഷ്റഫ്, താങ്കളുടെ കർത്തവ്യം വിശദീകരിക്കുന്നതിന് വേണ്ടി സ്വാഗതം. താങ്ക് യു ഷീന. ബഹുമാനപ്പെട്ട അവതാരകൻ, പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, വിശിഷ്ടാതിഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. സമയ നിരീക്ഷണം ഓരോ കർത്തവ്യ നിർവഹകർക്കും അനുവദിച്ചിരിക്കുന്ന സമയം അജണ്ടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ കർത്തവ്യം നിർവഹിക്കുവാൻ അവരെ ഞാൻ സഹായിക്കുന്നതാണ്. അവതരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സമയം സൂചിപ്പിക്കുവാനായി പച്ച, മഞ്ഞ, ചുവപ്പ് വർണ്ണങ്ങളിലുള്ള സൂചികകൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും. ഈ സമയക്രമങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, തയ്യാറാക്കിയ പ്രഭാഷണങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 4 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെയാണ്. 4 മിനിറ്റിൽ പച്ച നിറവും 5 മിനിറ്റിൽ മഞ്ഞ നിറവും 6 മിനിറ്റിൽ ചുവപ്പ് നിറവും കാണിക്കുന്നതായിരിക്കും.
അതുപോലെ അവലോകനങ്ങൾക്ക് 3 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ള സമയം. അവയിൽ യഥാക്രമം 2 ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കാണിക്കോ? പച്ച, മഞ്ഞ, ചുവപ്പ്. നാസില? ഓക്കെ. യെസ്. ഓക്കെ. ഓക്കെ അല്ലേ? കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ കാണുന്നില്ല. ഗാലറി വീലോടാം. കണ്ടിട്ടില്ലേ? കാണുന്നുണ്ട്. ചേഞ്ച് ആയില്ല. ചേഞ്ച് ആയത് കണ്ടിരുന്നോ? അതെ, ഞാൻ ചേഞ്ച് കണ്ടു. ഓക്കെ. കണ്ടിന്യൂ. തത്സമയ പ്രസംഗങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം 2 മിനിറ്റാണ്. 1, 1:30, 2 എന്നിങ്ങനെയാണ് സൂചികളുടെ സമയക്രമം. അതാത് ഘട്ടങ്ങളിലെ മികച്ച പ്രസംഗങ്ങളെ തിരഞ്ഞെടുക്കുവാൻ തയ്യാറാക്കിയ പ്രസംഗം 4 മിനിറ്റ് 30 സെക്കൻഡ് മുതൽ 6 മിനിറ്റ് 30 സെക്കൻഡ് വരെ. അവലോകനം 1 മിനിറ്റ് 30 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് 30 സെക്കൻഡ് വരെ. തത്സമയ പ്രസംഗം 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് 30 സെക്കൻഡ് വരെ. അനുവദിച്ച സമയത്തിനുള്ളിൽ തങ്ങളുടെ കർത്തവ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ സമയവിവരണങ്ങൾ ഞാൻ സമർപ്പിക്കുന്നതാണ്. വീണ്ടും ടോസ്റ്റ്മാസ്റ്ററിലേക്ക്. താങ്ക് യു നാസില. അടുത്തതായി കേൾവിക്കാരി സറീന അഹദ്. 20 വർഷമായി പ്രവാസിയായ ശ്രീമതി സറീന കേരള വിമൻസ് ഇനിഷ്യേറ്റീവ് സംഘടനയുടെ ഫൗണ്ടർ മെമ്പറും പ്രസിഡന്റുമാണ്. കണ്ണൂർ സ്വദേശിയായ സറീന ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഭർത്താവ് അഹദ് മുബാറക് വ്യവസായ സംരംഭകനാണ്. ഖത്തറിൽ ഹിലാലിൽ സകുടുംബം താമസിക്കുന്നു. ടോസ്റ്റ് മാസ്റ്റർ സറീന അഹദ്, സ്വാഗതം. താങ്ക് യു ഷീന. ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ ഷീന നിഷാൻ, മറ്റ് ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ, വിശിഷ്ടാതികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേൾവിക്കാരിയെ ഞാൻ ഇന്ന് ഈ മീറ്റിംഗിൽ എന്നിൽ അർപ്പിതമായ ജോലി, ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ, പ്രഭാഷണത്തിന്റെ വിലയിരുത്തൽ എന്നിവ വളരെ സൂക്ഷ്മതയോടെ ശ്രവിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയും ചെയ്യുക എന്നതാണ്. ആ ചോദ്യങ്ങളിലൂടെ അറിയാം നിങ്ങൾ എത്രമാത്രം ഈ പരിപാടി ശ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. പരിപാടിയുടെ അവസാനത്തിൽ പൊതുമൂല്യകർത്താവ് ആവശ്യപ്പെടുമ്പോൾ ഞാൻ എൻ്റെ ചോദ്യ പരിപാടിയിലേക്ക് കടക്കുന്നതായിരിക്കും. ബാക്ക് ടു ഷീന നിഷാൻ. താങ്ക് യു സറീന. അടുത്തതായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇൻസ്റ്റാളേഷൻ, അതിനുവേണ്ടി ഏരിയ ഡയറക്ടർ അപർണ റനീഷിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഷീന. ആദ്യമായിട്ട് നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കണ്ടിന്യൂഡ് എഫേർട്ടും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ക്ലബ് ചാർട്ടർ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. നമ്മളുടെ ക്ലബ് ഓൾറെഡി പ്രോസ്പെക്റ്റീവ് ക്ലബ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ചാർട്ടർ ആയിട്ടില്ല, മേ ബി കപ്പിൾ ഓഫ് ഡേയ്സ് കൊണ്ട് ചാർട്ടർ ആവായിരിക്കും. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വർക്കിംഗ് അല്ലല്ലോ US-ൽ. അപ്പോൾ ബൈ മൺഡേ ഓർ ട്യൂസ്ഡേ ചാർട്ടർ ആവുമെന്ന് വിചാരിക്കുന്നു. വൺസ് ചാർട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ മെമ്പർ ID കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ലോഗിൻ ചെയ്ത് പാത്തൊക്കെ ചൂസ് ചെയ്യാം. എല്ലാവരെയും ഞാൻ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അധികം സംസാരിച്ച് തീർക്കുന്നില്ല, ഞാൻ എൻ്റെ എക്സ്കോം ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറിലേക്ക് കിടക്കാം. പ്രൊസീജിയർ ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. മലയാളത്തിലേക്ക് സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഐ വിൽ ഡു ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. കുഴപ്പമില്ലല്ലോ? എല്ലാവരും ഓക്കെ അല്ലേ? So all the leaders, good evening. Club officers, the first dawn of your new leadership. The sun with rays of success has just rose. Be that throughout with your open heart and grasp all the vitamins of growth. As the Area 6 Director, I thank you for giving me the privilege of recognizing and installing the Vibjiers of Al Zahim Toastmasters Club. Rainbow. I would like to call the incoming officers. Please turn on your video and acknowledge your presence as I call you.
Please consider your heart as a symbol of, actually നമ്മൾ gavel ആണ് യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ ഇൻസ്റ്റലേഷനിൽ. ഗാവൽ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഓത്ത് എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഗാവൽ ഇല്ല. സോ ലെറ്റ് us keep our hand like this here, okay? Heart as a symbol for gavel, and you may keep your hands on your heart, okay? All the club officers. So let me begin with the surgery terms first. Toastmaster Shrija Nishan. Yes. Shejina, pin ചെയ്യാൻ പറ്റുമോ ഷീനേനെയും കൂടെ ഒരുമിച്ചിട്ട്? So that I can see her also on the screen. One moment, I will pin. Co-hostന് pin ചെയ്യാൻ പറ്റും. മൾട്ടി പിൻ അല്ലേ അവർക്ക്? Yeah. അല്ല, allow to multi pin അല്ല, pin ചെയ്യാൻ പറ്റണില്ലല്ലേ? Okay. Let me do it in the gallery view then. Spotlight ചെയ്യാം. Okay. Then please spotlight Shrija Nishan. Okay. Toastmaster Shrija Nishan. You are the incoming surgeon at arms. Your duties include arriving early to prepare the meeting room, ensuring that supply levels are maintained, greeting early arrivals, assisting with prepared speakers with their props and the lectern position, helping the Toastmaster with the awards presentation, and other duties assigned by the club president or the executive board. Will you perform these duties to the best of your ability? Yes, definitely. Thank you. Next is Treasurer, Toastmaster Shalini. Toastmaster Shalini, you are the incoming treasurer. Your duties include collecting and paying semi-annual dues on time, accounting for all of the club funds, preparing checks, processing deposits, reconciling the bank accounts regularly, reporting the current financial status when requested, and other duties assigned by the club president or the executive board. Will you perform these duties to the best of your ability? Yes, definitely. I'll be taking up my responsibility with my 100% dedication. Thank you. Thank you so much. Next is Secretary, Toastmaster Naushad. Toastmaster Naushad, you are the incoming secretary. May I request you to keep your hand on your chest like this? Yeah. Your duties include keeping records of the executive committee meetings and the regular club meetings. Your records form the basis of many of the club reports and other duties assigned by the club president or the executive board. Will you perform these duties to the best of your ability? Okay. Thank you. Next is Vice President of Public Relations, Toastmaster Manju Nambiar. Toastmaster Manju Nambiar, can you please? Yeah. You are the incoming Vice President of Public Relations. Your duties include promoting the club meetings through local media, websites, social media, and flyers. You will utilize creative methods to disseminate information about the club, its member, and Toastmasters in a way that will ensure a stream of guests to attend the club meetings. You will also perform other duties assigned by the club president or the executive board. Will you perform these duties to the best of your ability? Definitely, I'll try my level best to perform well. Thank you. Next is Vice President of Membership, Toastmaster Krishna Kumar. Toastmaster Krishna Kumar, you are the incoming Vice President of Membership. Your duties include connecting with all the guests before and after the meetings, explaining the Toastmaster program, assisting them in their decision to join, helping them to fill out the forms, processing the completed membership applications, and other duties assigned by the club president or the executive board. Will you perform these duties to the best of your ability?
Toastmaster Krishna Kumar. Yes, I will do my level best. Thank you. Thank you, sir. Next is Vice President of Education, Toastmaster Shejina Naushad. Toastmaster Shejina Naushad, you are the incoming Vice President of Education. Your duties include charting a course of speaking and leadership for all the members. That includes finding out the members' goals, scheduling the meetings, tracking members' progress, and creating a fun meeting environment every week. In our case, it is every fortnight, and other duties assigned by the club president or the executive board. Will you perform these duties to the best of your ability? Yes, definitely. I will try my level best. Thank you. Thank you. Thank you. Last but not the least, our club president, Toastmaster Gafur. Toastmaster Gafur, you are the Chief Executive Officer of the club and will be expected to preside at all the club meetings, regular and special executive committee meetings also, and at club functions too. It's your challenge to see that this club enables its member to achieve their education goals. It is also your challenge to see that clubs helps the area, division, district, and Toastmaster International to meet their goals. Please use this power and authority given to you by the members of this club wisely and with restraint. Always remember that you are a member of your team as well as a leader. A team is more than a collection of people. It's an emotional force rooted in the feelings, thoughts, and action of all members with a common goal of achievement, sharing, and mutual support. Work with your team members to create a healthy, dynamic club, a club of which everyone will be proud of. Will you, as president, accept this challenge and perform the duties to the best of your ability? Gafurka? Thank you. I will do my best as a team leader, and I need your all support. Thank you. Thank you. Thank you so much. Along with these club leaders, the club mentors, CBP Joseph, Toastmaster Anil Prakash, Toastmaster Sarita, Toastmaster Shamina, and the club sponsors, Toastmaster Shadia and Toastmaster Shanid also will be there to advise and guide in all club activities. They will be the treasure you find at the start of the rainbow. Fellow Toastmasters, as presiding officer, I declare the officers have been duly installed for the term starting from February 6, 2021 to June 30, 2021. That is for the 6 months. Dear Al Zahim Toastmasters, with immense pleasure, I present to you your installed for the incoming term. The growth and development of the Toastmaster program in Al Zahim Toastmaster Club depends largely on the action of these leaders. As members of this club, honor as men and women of Toastmasters, will you all pledge to individually and collectively stand by this club, live with it, and work with it throughout the coming year? Ellarum on yes parayyu, all the members. Yes. 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 Thank you. Yes. Thank you. Thank you. Now the world of members with their dreams is under your hands. I wish Al Zahim Toastmasters Club a very successful tenure. I'll turn the control to our new president, Toastmaster Gafur, to deliver his acceptance speech, and thereafter request Toastmaster Sheena, our TMOD, to continue with the meeting proceedings. Thank you, and over to Toastmaster Gafur. ഭാരവാഹിത്യം കിട്ടിയതിന്റെ ഒരു അക്സെപ്റ്റൻസ് Kerala. Okay. Thank you, അപർണജി. അപ്പം നമ്മുടെ പുതിയ ടോസ്റ്റ് മാസ്റ്റേഴ്സിന് പിറവി എടുത്തിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഇപ്പം അപർണജി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സ്വപ്നമാണ്. ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ ചൂണ്ടുപലക നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്.
അതിൻ്റെ ചാലക ശക്തികളായിട്ട് നമ്മൾ മാറാം. നമുക്ക് ഓരോ വിഷൻസ് ഉണ്ട്, ഓരോ ചിന്തകളുണ്ട്. ആ ചിന്തകളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ പുതിയ ക്ലബിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ, അതായത് എക്സ്കോമിൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യണം. ഒപ്പം ഈ ഒരു ടീം വർക്കിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു. ഓവർക്കും. അടുത്ത നമ്മുടെ വീണ്ടും അപർണജി നമ്മുടെ ടോസ്റ്റ് മാസ്റ്റേഴ്സിലേക്ക് വരില്ല. ഷീന will continue with the meeting. ഷീന. ഓക്കെ, താങ്ക് യു. അടുത്തതായി മഞ്ഞുരുക്കൽ പ്രസംഗമാണ്. ക്രിയാത്മകമായ കഴിവുകൾ ഒരു വേദിയിൽ തെളിയിക്കുവാനുള്ള ആദ്യ അവസരം. ആദ്യത്തെ മഞ്ഞുരുക്കൽ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ടോസ്റ്റ് മാസ്റ്റർ നാജില ഇബ്രാഹിമിനെ. നാജില ഇബ്രാഹിം, എഞ്ചിനീയറായ നാജില കഴിഞ്ഞ 25 വർഷമായി ഖത്തറിലുണ്ട്. ഖത്തർ ഫൗണ്ടേഷന്റെ കീഴിലെ സിദ്ര മെഡിസിനിൽ വർക്ക് ചെയ്തിരുന്നു. നാജില ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇഷ്ടമുള്ള ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണ് നാജില. ഈ തൃശ്ശൂർകാരിക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. ടോസ്റ്റ് മാസ്റ്റർ നാജില, സ്വാഗതം. ടോസ്റ്റ് മാസ്റ്റർ നജ്ലയുടെ പ്രസംഗം ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാന്നൊന്ന് പറയണം. അവരോട് ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിക്കാൻ പറയണം. ടോസ്റ്റ് മാസ്റ്റർ നാജിലയുടെ പ്രസംഗം ഇവാലുവേറ്റ് ചെയ്യുന്നത്, മൂല്യനിർണ്ണയം ചെയ്യുന്നത് നൗഷാദ് അഷ്റഫ് ആണ്. മൂല്യകർത്താവ് നൗഷാദ് അഷ്റഫ്, സ്വാഗതം. Thank you, Sheena. Toastmaster Sheena. മഞ്ഞുരുക്കൽ പ്രസംഗം ഐസ് ബ്രേക്കിംഗ് സ്പീച്ച് ഉദ്ദേശിക്കുന്നത് ക്ലബിലെ മറ്റുള്ളവരിലേക്ക് നമ്മൾ സ്വയം പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുത്തൽ ഒരു പ്രസംഗത്തിന്റെ ശൈലിയിൽ ഒരു പ്രസംഗത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഐസ് ബ്രേക്കർ സ്പീച്ചിന്റെ ലക്ഷ്യം. അതിനായി നാജില ഇബ്രാഹിമിന് എല്ലാവിധ ആശംസകളും അറിയിക്കട്ടെ. Thank you, Toastmaster Sheena and Toastmaster Naushad. Audible alle? Kakalo ne? Yes. Home is where each of our story begins. Respected Toastmaster of the day, my fellow Toastmasters and other guests, a very, very good evening to all of you. In the 1950s, there was a sociologist who coined a term called third culture individuals. I identify myself as one of those third culture individuals, a confused Desi who does not know where exactly my home is. I was launched on the 2nd of May, 1992, and I was officially given the name Najla Ibrahim being my father. I am the 4th born, the last born, and the late born. So being the last born, I am the self-proclaimed queen of the family. There's no competition for me. And everything comes to me, nothing goes from me. Have you all heard of Dukhan? Yeah, no? Yeah, okay. So I grew up in Dukhan. I was there for 19 years of my life there. I did my primary school from Dukhan British School, high school from MES Indian School, and graduation was from Cochin University in Kerala. I was most of the time an above average student, and 1 or 2 times by luck, I used to be the topper in 1 or 2 subjects, not in all the subjects or anything. And I used to love participating in all activities, sports, music, dance, name it, I must have done it. Not that I was excellent in all the activities, but I just used to love being part of everything. And this has greatly, taught me how to handle failure and success without being disappointed. Right. Now, as everybody, I have dreams. Everybody dreams, right? After my children came, I don't sleep much to dream actually, but I
most of the time try to attain my goal or my dream. So when I was in my college, my biggest dream was to get placed into a good company, a multinational company. And to my disappointment, several companies came and went. I didn't even pass the aptitude test, first level round. No, I was completely washed out. And mass recruitment companies were coming. My friends were getting recruited. I was being left out. I felt depressed, disappointed a little, but I did not give up. I kept practicing. I used to sleep with Shakuntala Devi's aptitude test book. Eventually, one particular company, I happened to clear the aptitude test. Then came the technical round, group discussion round, HR round. I cleared all of them. I still don't know how. I cleared all of them. And the last round was the English test round. This was the only company which had an English test round, by the way. And somehow I even cleared that. And at the end of the day, from the entire college, from hundreds of students who had actually appeared for the placement drive that day, I was the only female that the company recruited. This was, anybody wants to give me a hand of applause? No? Round of applause? Thank you. Okay. So this gave me a lot of joy. I was over the clouds. I was ecstatic and everything you can think of. Okay. My hard work had actually paid off. But this joy didn't really last for a long time. I belong to a conservative, protective family who didn't think going to Hyderabad for a job before marriage was a complete no-no. Eventually, I came back to Doha and I was on two hunts. One was a job and the other one was a man. I found my man before the job, so I got married to him. Then after marriage, I worked for a while. I got my first child. Then I worked again and I got my second child. Second child is 10 months old right now. So, and then my life was going on a roller coaster ride, you could say. And I was looking for something as exciting as looking after my beautiful children. And that is when I thought of joining a Toastmaster club. I just thought of it on a Friday night. And Saturday by afternoon, I get the call from area director Aparna, Toastmaster Aparna. It was as if she slept with me that night in my house. And anyways, I don't know how. I did a lot of research and I thought Al Zahim family would be good and suitable enough for me. And I joined Al Zahim family as the 20th member, I think. So hopefully this will be a new home where a new story of mine will begin. Thank you all for being so patient. Thank you. Over to you, Toastmaster. Thank you, Najla. അടുത്തതായി മഞ്ഞരിങ്കൽ പ്രസംഗത്തിന് വേണ്ടി ടോസ്റ്റ് മാസ്റ്റർ ഷെജിന നൗഷാദിനെ സ്വാഗതം ചെയ്യുന്നു. ടോസ്റ്റ് മാസ്റ്റർ ഷെജിന നൗഷാദ് നേരത്തെ തന്നെ TMOD എന്ന നിലയിൽ തന്റെ പ്രസംഗത്തിന്റെ കഴിവുകൾ തെളിയിച്ച ആളാണ് ഷെജിന. ഊർജ്ജസ്വലയായ ഒരു വ്യക്തിയാണ് ഷെജിന നൗഷാദ്. IT എഞ്ചിനീയറായ ഷെജിന ഭർത്താവും 2 കുട്ടികളുമായി ദോഹയിൽ എത്തിയിട്ട് 9 വർഷമായി. കൊല്ലം ജില്ലയിലെ തേവലക്കരയാണ് തറവാട്. ഖത്തറിലെ മലയാളി അമ്മമാരുടെ കൂട്ടായ്മയായ ഖത്തർ മലയാളി മോംസിന്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നു. ഷെജിന നൗഷാദിന്റെ പ്രസംഗം മൂല്യം നിർണ്ണയിക്കുന്നതിനായി മൂല്യകർത്താവ് ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാർ. നമസ്കാരം. അത് ഞാൻ ഓൾറെഡി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇതെന്താണ് ഡ്യൂട്ടി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഷോർട്ട് ഇറ്റ്സ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അതിനെ ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നതായിരിക്കും. മാക്സിമം അതിനെക്കുറിച്ചുള്ള കമന്റ്സ് ഞാൻ പറയും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ഷെജിന. നന്ദി ടോസ്റ്റ് മാസ്റ്റർ കൃഷ്ണകുമാർ. ഇന്നലകൾ ഓർമ്മകളായി, നാളെകൾ പ്രതീക്ഷകളുമാണ്. ജീവിതം എന്നത് ഇന്നാണ്. ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ ഷീന നിഷാൻ, സഹ ടോസ്റ്റ് മാസ്റ്റേഴ്സ്, വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഷെജിന. ഇന്നത്തെ ടോസ്റ്റ് മാസ്റ്റർ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലയുടെ വടക്കു പടിഞ്ഞാറ് കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ ബ്ലോക്കിൽ ഓണാട്ടുകര എന്ന ഒരു കാർഷിക മേഖലയുടെ
തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തേവലക്കര എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഗ്രാമമാണ്, പക്ക ഗ്രാമപ്രദേശം തന്നെയാണ്. പുഴകളും തോടുകളും വയലുകളും ഒക്കെയുള്ള മനോഹരമായ ഗ്രാമപ്രദേശം. ഇന്ന് കുറെയൊക്കെ ഇല്ലായ്മയായി പോയിട്ടുണ്ട്. ഇന്നലകളെ ആകുന്ന ഓർമ്മകളുടെ കൈപിടിച്ച് പുറകോട്ട് നടക്കുമ്പോൾ ചെന്ന് നിൽക്കുന്നത് ഏറ്റവും മനോഹരമായ ബാല്യത്തിന്റെ മുറ്റത്ത് തന്നെയാണ്. പുത്തൻപുരയിൽ ഹസൻ കുഞ്ഞിന്റെയും ഐഷ ബീവിയുടെയും 4 മക്കളിൽ ഏറ്റവും ഇളയ മകളായിട്ടാണ് ഞാൻ ജനിക്കുന്നത് 1984 ഫെബ്രുവരി 1. എനിക്ക് ഒരു സഹോദരനും 2 സഹോദരിമാരും. ഞാനും എന്റെ സഹോദരങ്ങളും തമ്മിൽ അത്യാവശ്യം നല്ല പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു ചെല്ലക്കുട്ടിയായിട്ട് തന്നെയാണ് വളർന്നു വന്നത്. ഇത്താത്തമാരില് മൂത്തയാളുടെ വിവാഹം ഏതാണ്ട് ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഴിഞ്ഞു. അടുത്ത ആളുടേത് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും. അപ്പോ ഇവരുടെയൊക്കെ ഒരു സ്നേഹവും കരുതലും കാരണം എനിക്ക് എന്റെ മാതാപിതാക്കൾക്ക് തുല്യരാണ് എന്റെ സഹോദരിമാരും എന്റെ സഹോദരനും. അത്യാവശ്യത്തിൽ അധികം ലാളനകൾ കിട്ടി വളർന്നത് കൊണ്ടാവണം കുറച്ച് പിടിവാശിയും മുൻചുണ്ടിയും ഒക്കെ അപ്പോഴും ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. സഹോദരങ്ങൾ എന്റെ മാതാപിതാക്കളെ ഉമ്മ വാപ്പ എന്ന് വിളിച്ചിരിക്കുമ്പോൾ ഞാൻ അതിനെ തിരുത്തി വാപ്പി ഉമ്മി എന്ന് ഒക്കെ വിളി മാറ്റിയെടുത്തു. അപ്പൊ അങ്ങനെ എന്റേതായ കുറെ മാറ്റങ്ങൾ ഞാൻ ചെറുപ്പത്തിലെ എന്റെ വീട്ടിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം കർക്കശക്കാരനും സ്ട്രിക്റ്റ് തന്നെ ആയിരുന്നു എന്റെ പിതാവ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നാൽ കൂടി കൃഷിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ നെല്ല്, എള്ള് അതിന്റെയൊക്കെ വിതയ്ക്കല്, കൊയ്യല് ഒക്കെ അത്യാവശ്യത്തിലധികം കണ്ട് ആസ്വദിച്ച് വളരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എല്ലാം മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. എന്റെ വിദ്യാഭ്യാസ കാലം തുടങ്ങുന്നത് വീടിനടുത്ത് തന്നെയുള്ള ഒരു അംഗനവാടി എന്ന് പറയും, അവിടെ നിന്നാണ്. അതിനുശേഷം 1 വർഷം ഒരു നഴ്സറി സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടുന്ന് മാറിയിട്ട് 1-ാം തരം മുതൽ 4-ാം തരം വരെ വീടിനടുത്ത് തന്നെയുള്ള വേറൊരു സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം വീണ്ടും ഞാൻ സ്കൂൾ മാറി 7-ാം തരം വരെ എന്റെ ഉപ്പാപ്പ പണി കഴിപ്പിച്ച് നൽകിയ ഒരു സ്കൂളുണ്ട്, അവിടെയാണ് 7-ാം തരം വരെ പഠിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി വീണ്ടും വേറൊരു സ്കൂളിലേക്ക്, അങ്ങനെ കുറെ സ്കൂളുകൾ മാറി മാറി പഠിച്ചു. അപ്പോ എല്ലാവരോടും എന്താ പറയുക, വാദോരാതെ സംസാരിക്കാനും എത്രയും പെട്ടെന്ന് കുറെ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാനും ഞാൻ വളരെ മിടുക്കിയാണ്. അപ്പോൾ ഈ ഓരോ സ്കൂളുകൾ മാറുന്നതനുസരിച്ച് എനിക്ക് കൂടുതൽ കൂടുതൽ സുഹൃത്തുക്കളെയും കിട്ടിക്കൊണ്ടിരുന്നു. സ്കൂളുകളുടെ കാര്യം പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഓർമ്മകൾ യുവജനോത്സവമാണ്. യുവജനോത്സവ വേദികളിലെ എല്ലാ വേദികളിലും പറ്റുന്നത് പോലെ, അത് കഥാരചനയാകട്ടെ, കവിതാരചനയാകട്ടെ, കഥാപ്രസംഗമാകട്ടെ, അറിയാത്തതും അറിയുന്നതിലും എല്ലാം ചാടിക്കേറി പങ്കെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ വളരെ സജീവമായി തന്നെയാണ് സ്കൂൾ കലാലയ ജീവിതത്തിലും ഒക്കെ ഞാൻ ചെയ്തിരുന്നത്. സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർ, അങ്ങനെയുള്ള എല്ലാ പദവികളിലും തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിനുശേഷം +2 വിദ്യാഭ്യാസം. +2 വിദ്യാഭ്യാസത്തിന് ശേഷം അന്നത്തെ ഒരു ഏകദേശം ഒരു ട്രെൻഡ് തന്നെ ആയിരുന്നു. അതുപോലെ എന്റെ ഫാദറിന്റെ ഒരു വലിയ ആഗ്രഹവുമായിരുന്നു. ഇതിനിടയിൽ പറയാൻ മറന്നുപോയൊരു കാര്യം, പഠിക്കാൻ അത്യാവശ്യം മിടുക്കിയായിരുന്നെങ്കിലും ഉഴപ്പിന്റെ കാരണങ്ങൾ കൊണ്ട് മാർക്കുകളൊക്കെ കുറച്ച് കുറഞ്ഞു. എന്നാലും ഡിസ്റ്റിങ്ഷനോട് കൂടി 10-ാം തരം പാസ്സായി. അതിനുശേഷം +2 കഴിഞ്ഞു, എൻട്രൻസ് എഴുതി, എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു. അങ്ങനെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്താണ് എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടം ഉണ്ടാകുന്നത്. ഒന്നിനും നികത്താൻ പറ്റാത്തൊരു നഷ്ടം. 2005 എനിക്ക് എന്റെ സഹോദരനെ നഷ്ടമായി. അതൊരു ആക്സിഡന്റിലായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു നഷ്ടമായിട്ട് തന്നെ അതൊരു വിങ്ങലായിട്ട് എന്നും ഉണ്ട് കൂടെ. അതിനുശേഷം എഞ്ചിനീയറിംഗിന് 4-ാം വർഷം പഠിക്കുമ്പോഴാണ് എനിക്കൊരു വിവാഹാലോചന ഇങ്ങോട്ട് വരുന്നത്. വിവാഹം എന്നത് ഞാനോ എന്റെ വീട്ടുകാരോ ചിന്തിക്കാതിരുന്ന ഒരു സമയമാണ്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയും. അങ്ങനെ അത് വന്നു. അപ്പോഴും ഞാൻ പഠിക്കണം, തുടർന്ന് പഠിക്കണം, പഠനം കഴിഞ്ഞ് ജോലി എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്കും സമ്മതമാണ്, പഠിപ്പിക്കാനും ഒക്കെ ഫുൾ സപ്പോർട്ട്. അങ്ങനെ ദൈവനിശ്ചയം പോലെ ആ വിവാഹം കഴിഞ്ഞു. അത് ഒരു പക്ഷേ അതിന്റെ ഒരു ഭാഗ്യമെന്ന് തന്നെ ഞാൻ ഇപ്പോഴും കരുതുന്നു. ഏറ്റവും അധികം സപ്പോർട്ട് എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു സഹോദരന്റെ സ്നേഹം തൊട്ട്
ബാക്കിയെല്ലാം എനിക്ക് അത്രയും കെയറിങ് തന്ന ഒരു പങ്കാളി. പിന്നീട് ഇപ്പോ 2 കുട്ടികൾ, മൂത്തയാൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഇടയാൾ 3rd സ്റ്റാൻഡേർഡിൽ. അതിനുശേഷം കുറെ നാൾ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ മാറ്റിവെച്ചു. ഇപ്പോ സഹോദരൻ എൻ്റെ ഒരു റിലേറ്റീവും സഹോദരനും വഴി എനിക്കൊരു ജോലി ലഭിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ടോസ്റ്റ് മാസ്റ്ററിന്റെ അൽസഹീം ടോസ്റ്റ് മാസ്റ്റർ കുടുംബത്തിൽ അങ്ങനെ എത്തിച്ചേരുകയും ചെയ്തു. അതിലും വളരെയധികം സന്തോഷം. തുടർന്ന് എല്ലാവരോടുമൊപ്പം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വളപ്പൊട്ടുണ്ടെൻ കയ്യിൽ, ഒരു മയിൽപ്പീലിയുണ്ടെൻ ഉള്ളിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണ് എനിക്കെന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരു ശുഭസായാഹ്നം നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടോസ്റ്റ് മാസ്റ്റർ ഷെജിന. അടുത്തതായി യോഗത്തിലെ ഏറ്റവും രസകരമായ ഒരു പരിപാടിയാണ്. ഷെജിനയുടെ കഥകൾ കേട്ടിരുന്നു, പിന്നെ ഇവിടേക്കും എത്തി. നല്ലൊരു പ്രഭാഷണമായിരുന്നു. അടുത്തതായി യോഗത്തിലെ ഏറ്റവും രസകരമായ പരിപാടിയാണ് തത്സമയ പ്രഭാഷണം. തത്സമയ പ്രഭാഷണം നടത്തുന്നതിനായി ഇന്നത്തെ ടേബിൾ ടോപ്പിക് മാസ്റ്ററായ ഡാലിയെ ക്ഷണിക്കുന്നു. ടോസ്റ്റ് മാസ്റ്റർ ഡാലി. കോഴിക്കോട്ടുകാരിയായ ഡാലി കെമിസ്ട്രിയിൽ ബിരുദധാരിയാണ്. പ്രൈവറ്റ് കമ്പനിയിൽ മാനേജരായ ഭർത്താവിനും 2 കുട്ടികൾക്കുമൊപ്പം കഴിഞ്ഞ 10 വർഷമായി ഖത്തറിൽ കഴിഞ്ഞു വരുന്നു. ടേബിൾ ടോപ്പിക് മാസ്റ്റർ ടോസ്റ്റ് മാസ്റ്റർ ഡാലി, സ്വാഗതം. മ്യൂട്ടാണ് ഡാലി. സോറി, ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇന്ന് ഇതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ്, നമ്മുടെ ടോപ്പിക് എല്ലാം ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷിലാണ് പറയുന്നത്. Thank you, Toastmaster of the Day, Sheena Nishan, for the warm introduction. Very good evening to my fellow Toastmasters and guests. Table topic or impromptu speech is one of the most lively and exciting session of Toastmasters Club meeting. Table topic is specially designed to develop 4 essential communication skills like listening, thinking, organizing, and speaking. Ladies and gentlemen, I welcome you all to the Al-Sahim Toastmasters Club for the table topic contest. From this contest, we will choose 2 candidates for the upcoming area contest. The judging panel for this meeting will be anonymous. Now, let me read the rules of the contest. All the contestants will have the same topic. The topic of the contestant will not be repeated. I am clarifying, the topic of the contest will not be repeated. When the contest begins, all the contestants except the first shall move to the breakout room along with the co-host. The time duration is 1 to 2 minutes. That is, the speech less than 1 minute and more than 2 minutes 30 seconds will be disqualified. I invite my fellow Toastmaster, Nasila Ashraf, to provide the details. Nasila Ashraf, please. Timing guidelines ഒന്ന് പറയൂ നാസ്ല. മനസ്സിലായില്ല.
നാസില ജസ്റ്റ് ടേബിൾ പറഞ്ഞു. ടോപ്പിക്കിന്റെ ടൈമിംഗ് ഇല്ലേ? ടൈമിംഗ് At 1 minute green കാണിക്കും, 1.5 minutes yellow, 3 2 ടോപ്പിക്കിന്റെ ടൈം ഞാൻ അത് പറഞ്ഞു. ഓൾറെഡി ടൈം 2 മിനിറ്റ് 31 സെക്കൻഡ് ആയി. ടേബിൾ ടോപ്പിക്കിന്റെ ടൈം 1 മിനിറ്റ് കഴിയുമ്പോൾ ഗ്രീൻ, ആ കോൺടെസ്റ്റിന് 1 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്രീൻ വരും, 2 മിനിറ്റ്സ് കഴിഞ്ഞാല് ആ ഒരു അതൊന്ന് നിങ്ങളെ ബാക്കില് ആ ലൈറ്റ് റൂൾസ് ഒന്നുകൂടി പറയാനാ പറയുന്നത്. ഏത് ടേബിൾ ടോപ്പിക്കിന്റെ? അതെ അതെ. 2 മിനിറ്റ് ആണ് അതിന് അനുവദിച്ചിട്ടുള്ള സമയം. 1.5 മിനിറ്റില് 1.5 അങ്ങനെ 1 മിനിറ്റിൽ 1.5 മഞ്ഞ 2 ചോപ്പ്. അപ്പൊ എല്ലാരും നാസിലേനെ പിൻ ചെയ്തിട്ട് വേണം സംസാരിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ ഡിസ്ക്വാളിഫൈഡ് ആണോ നിങ്ങൾ അറിയൂ. ഞാൻ മറ്റേ 2 പേർക്ക് അങ്ങനെ ചെയ്തിരുന്നു, പക്ഷെ ഇത് സോറി. ഓക്കെ, ഇത് തുടങ്ങുന്നത് കോൺടെസ്റ്റ് തുടങ്ങുമ്പോൾ നാസില ഒന്ന് അതില് ശ്രദ്ധിച്ചാൽ മതി, ആ ടൈമിങ്ങിന്റെ ഇതില്. ഓക്കെ ഓക്കെ. Now I request our host Toastmaster Aparna to please assign random numbers for the contestants. We have already done that. അത് നമ്മൾ ചെയ്തുവല്ലോ. സ്പീക്കിംഗ് ഓർഡർ നമ്മൾ ഡ്രോ ചെയ്തുവല്ലോ മീറ്റ് ആൻഡ് ഗ്രീറ്റ്. Okay, I will read it. Okay. Our contestant number 1 is Naushad Ashraf. Anonymous judges, please note the contestant details. Okay. Sorry. Anonymous judges, please note the contestant details. The contestant number Naushad Ashraf. I repeat, contestant number Naushad Ashraf. Contestant number 2, Krishna Kumar. I repeat, contestant number 2, Krishna Kumar. Contestant number 3, Zarina Ahad. Contestant number 3, Zarina Ahad. Contestant number 4, Sibi P. Joseph. I repeat, contestant number 4, Sibi P. Joseph. Contestant number 5, Anu Nair. I repeat, contestant number 5, Anu Nair. Contestant number 6, Manju Nambiar. Contestant number 6, Manju Nambiar. I request all the contestants to keep your camera on and mic unmuted before getting moved to the breakout room. And if anyone has a problem, please let us know. All the contestants, please. Okay, all the contestants, please keep your video on throughout in the breakout room. Okay, video off ചെയ്ത് ആരും. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ കിട്ടും ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോകേണ്ട, അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക്ഔട്ട് റൂമിലേക്ക് പോവുക. ഓക്കെ, ടേബിൾ ടോപ്പിക് TT ബ്രേക്ക്ഔട്ട് റൂം എന്നാണ് വരിക. സോ പ്ലീസ് മൂവ് എക്സെപ്റ്റ് നൗഷാദ. ഫസ്റ്റ് കണ്ടസ്റ്റന്റ് മെയിൻ മീറ്റിംഗ് തന്നെ ഉണ്ടാവും, ബാക്കി 2nd to 6 വിൽ ഗോ ടു ദി ബ്രേക്ക്ഔട്ട് റൂം. ഇൻവിറ്റേഷൻ കിട്ടിക്കാണും, അപ്പം ഒന്ന് അക്സെപ്റ്റ് ചെയ്യൂ ആൻഡ് ദെൻ പ്ലീസ് ഗോ. ഷെജിന, യു വിൽ ഓൾസോ മൂവ് ടു ദി ബ്രേക്ക്ഔട്ട് റൂം. ഷെജിനയാണ് നമ്മളുടെ സെക്യൂരിറ്റി ഗാർഡ് അവിടെ. ഷെജിനയ്ക്ക് ഞങ്ങൾ മെസ്സേജ് അയക്കും അടുത്ത ആളെ വിടണം, അന്നേരം ഷെജിന അടുത്ത ആളെ വിടണം. ഓക്കെ ഷെജിന? മഞ്ജു അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മഞ്ജു ഇവിടെ തന്നെയാണുള്ളത്. യെസ്, എല്ലാവരും മൂവ് ആയിട്ടുണ്ട്. ഡാലി, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ബ്രേക്ക്ഔട്ട് റൂമിൽ പോയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് തിരിച്ചു വരാം. അതുവരെയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യൂ. Depends on the topic. നമുക്ക് കിട്ടുന്ന പോലെ ഇരിക്കും. ചിലപ്പോ നമുക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല.
എല്ലാരും ഓക്കെ അല്ലേ? ഇവിടെ നമ്മുടെ ടീച്ചർ ഷെജിനിയാണ്. ഇവരാരും മൊബൈല് നോക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതൊരു അങ്ങനെ ടെക്നിക്ക് ഉണ്ടല്ലേ? ഫ്രണ്ട്സ് ആരെങ്കിലും മെയിൻ മീറ്റിംഗ് ഇപ്പൊ പറഞ്ഞു, ഞാനത് ഓർത്തില്ല. അപ്പൊ എനിക്ക് മറ്റേത് ഓൺ ചെയ്യാമല്ലോ, അവിടെ കൂടെ അതിനകത്ത് കയറിയാ പോരും. ഓക്കെ, അപ്പൊ ഞാൻ മെയിൻ റൂം കേട്ടത്തില്ലേ? നമ്മളെല്ലാരും ടോസ്റ്റ് മാസ്റ്റേഴ്സ് ആണ്. വി ഫോളോ ഇന്റഗ്രിറ്റി. ഓക്കെ, പിന്നെ ഒരു കാര്യമില്ല, ലീവ് മീറ്റിംഗ് ഞാൻ മെസ്സേജ് ഷെജിനൊക്കെ 6 പേര്. ഷെജിനൊക്കെ മെസ്സേജ് അയക്കും. അന്നേരം ബ്രേക്ക് ഔട്ട് റൂം ആണ് ചെയ്യേണ്ടത് കേട്ടോ. ലീവ് മീറ്റിംഗ് ചെയ്ത് ബ്രേക്ക് ഔട്ട് റൂം, എല്ലാരും ലീവ് ബ്രേക്ക് ഔട്ട് റൂം ആണ് ചെയ്യുന്നത്. ലീവ് ബ്രേക്ക് ഔട്ട് റൂം. ഓക്കെ ഓക്കെ ഓക്കെ. Normally contest only your camera and the timer's camera will be on condition, so you can keep either. I mean, you'll be able to see the timer, I believe. Yeah, but I can't see myself. That's it. Yeah, you can see her. Yeah. So that's why you prefer to use mobile, I mean, laptops during contest. കോമൺ ആയിട്ട് പിൻ ചെയ്യാൻ പറ്റുമോ? നമുക്കിപ്പോ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ. Okay, I can talk without looking at me. ഗാലറി വ്യൂവിൽ ഇപ്പം ആകെ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഗാലറി വ്യൂവിൽ ഇട്ട് കഴിഞ്ഞാലും നാസില മാറുന്നത് കാണാൻ പറ്റും. ഇപ്പം നമുക്കെല്ലാം അങ്ങനെ ഇട്ടാൽ മതി ഗാലറി വ്യൂവിൽ, അപ്പൊ ഈസി ആവും. Gallery view, I can see only 4 screens, no, at a time. ഓ, മൊബൈൽ ആണല്ലേ? മൊബൈലാണ്. ബാക്കിയുള്ള വീഡിയോ കാണാൻ പറ്റും, കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എല്ലാരും വീഡിയോ എക്സെപ്റ്റ് ഡാലി മാത്രം, ബാക്കി എല്ലാരും വീഡിയോ ഓഫ് ചെയ്യാം നമുക്ക്. എന്നാ പിന്നെ പ്രശ്നം. No, it's okay. It's okay. Now I can see her screen. Okay. ഞാനും ഓഫ് ചെയ്യാം വീഡിയോ. ഓക്കെ. No, it's okay. Already I'm okay with it. Dali, you can continue now. I can see Nasla's screen in my. May we now proceed with the contest? Yeah, can you hear me properly? Because I'm not using any headphones. Okay, I can hear you. I can hear you. I can see you. Okay. Okay. So, let us welcome contestant number 1, Naushad Ashraf. Thank you. Contestant number 1, Naushad Ashraf. I never lose. I either win or learn. I never lose. I either win or learn. Contestant number 1. So the topic is I never lose, either win or learn. I mean, I have to select any one of the options out of the 3 or anyway. I never lose, either win or learn. That statement looks like a very strange statement to me, because the life is a mix of all things. Like, you are supposed to learn everything. For me, the biggest failure is not the losing of anything, but the biggest failure in life is losing an opportunity to participate in order to explore what is hidden within myself. I should not lose any opportunity to participate in any of the events. So when you participate, only we will come to know what I can do, what I cannot do. Though I cannot win, I will be able to learn a lot of things. So life is actually a journey of learning from the childhood till the end. So always our attitude shall be try to learn things through participation, through studies. I mean, whatever calibers what we have, we shall be able to develop it properly. Then the rest is part of that. Part of that learning, maybe you may win or you may lose, but never mind about losing. But take it as always an opportunity to learn and develop yourself. That's my opinion. That's what I understood from that statement. I'm not very clear, but that is what I can understand.
Thank you. Thank you, contestant number 1. Thank you. Naushad. Welcome. Who is the second contestant, Dali? Second contestant, Krishna Kumar. Toastmaster Krishna Kumar. Okay. I can call? Yeah, he will be sent now. Just wait. I've sent message to Shejina. She will send. എടാ വാട്സപ്പ് നോക്ക്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കൃഷ്ണേട്ടൻ അയക്കുന്നു. വാട്സപ്പിലേക്കോ? സോറി ഞാൻ മ്യൂട്ട് ചെയ്യാൻ അല്ല സോറി ഞാൻ മ്യൂട്ട് ചെയ്യാൻ മറന്നുപോയതാ. ദാറ്റ് വാസ് ടു ഷെജിന. Yes, Krishna Kumar, Toastmaster Krishna Kumar is here. Okay. Yeah. Welcome. Timer മറന്നു പേരെന്ന് പറഞ്ഞത്? Timer Nasila. Okay. Timer Nasila Ashraf. Okay, welcome contestant number 2, Krishna Kumar. I never lose. I either win or learn. Contestant number 2, Krishna Kumar. I never lose. I either win or learn. It's a good subject. The thing is that I never lose or win. It's actually a unbalancing life because I remember my life in school because I have done a lot of mistakes in my school life. So always I remember all those mistakes. I was the top in my class in 8th standard. And unfortunately, I fell in love with a girl. It made my life, spoiled my life, in fact, I will say, even that girl's life. I became the second line in 9th standard, third line in the 10th standard, and somehow I passed the examination. And I came to the college. There I felt a very bad feeling was I couldn't get an admission in a college where all my friends are going because of my low mark. So I have done such a big error in my life, and it followed all over the life. Still, I get a job in Bombay, a good job. But even now, every day I used to think about my faults in my previous life. So I never win there, but I never lose my life. I could reach my target by now. So that's all I can explain in my English. Thank you. Thank you, Krishna Kumar. It was not audible. Who is the third? Clear allarno sound. Clear. Okay. Moving to the next contestant. Contestant number 3. ഒന്ന് പേര് പറയൂ. Zarina Ahad. Zarina Ahad. 3. Okay, അവർ വന്നിട്ടുണ്ടാവും. Yes, she is here.
Okay, welcome. Okay, contestant number 3, Zarina Ahad. Zarina Ahad? Yes. Okay, I can hear you. Contestant number 3, Zarina Ahad. I never lose. I either win or learn. I never lose. I either win or learn. Toastmaster Zarina Ahad. Thank you, Toastmaster Dali Basan. I'm Zarina Ahad. You all have seen me before. So the subject what I got is, the topic what I got is today is, I never lose. What was that again? Can you just tell me once again the topic? I never lose. I know my time is running. Okay, I either win or learn. I either win or learn. Right. Okay. The topic what I got is, I either win or, so, you know, in our life, like, you know, we get a lot of chances. Like, you know, we make a lot of mistakes, and whenever we are into something, like, we always, really sorry, I'm not able to do it. No problem. You can. Okay, already my time is running, and I really don't know, like, you know, I'm nervous. So this itself is like, I can say that a topic is not so easy for me. So here, instead of winning, I'm losing. So I have to learn from this, that any situation, this kind of situations comes to me, that somehow I have to try to make it up, and I have to win it, not to lose it. This is the only lesson what I learned from here. So, and my time is also running. So I'm just concluding. I'm very happy that I got a chance to do a table topic, but unfortunately I couldn't do it better. So that's all. Thank you, Toastmaster Dali. Thank you, Toastmaster Zarina Ahad. Next contestant. CBP Joseph is here. CBP Joseph. Yeah. So I proceed? She's here. So welcome contestant number 4, CBP Joseph. CBP Joseph, is your CBP Joseph? Yes. Yes, I can hear you. I can. Okay. Yes. Okay, welcome CB. The contestant number 3, I never lose. I either win or learn. I repeat, I never lose. I either win or learn. Contestant number 4, CBP Joseph. Failure is the stepping stone of success. Good evening, contest chair, judges, and fellow Toastmasters. I will either win or lose, but I will never stop learning. Failure and success both are a part of life. So we need to try either to learn or to win. So those who are ready to or willing to face failure only can succeed in
their life. So we must be ready to win, and at the same time, we must be willing to lose too. We must be willing to face the failures in our life. If you're not ready to face the failure, then we won't be confident enough to try. So that's why we are all here, to try and try until you succeed. So failures always teach you lessons. So there are so many failures, either on a stage or in our life too, whatever we try. So we learn from our failures. We get experience from failures. We know that Thomas Alva Edison, he has tried more than 1,000 times to invent finally an electric bulb. So he told about this, that he learned 1,000 wrong ways, or 1,000 attempts or trials, wrong ways to invent a bulb. He learned, and he was so cool, even if he tried 1,000 times. So we should not, it's okay to fall, but it's not okay if you're not getting up from your failures.